ദിവ്യ, ഹായ്. നീ എങ്ങോട്ട് പോകുന്ന? നീ എന്നാ ഇവിടെ? ഏയ്, ഇതല്ലേ നമ്മുടെ ഓഫീസ്. എടാ ഇപ്പൊ വന്ന് കാണാൻ വാ, പറ്റുമോ? നമുക്ക് ഓഫീസ് കണ്ടിട്ട് വരാം. വാ. ഞാൻ നിങ്ങളുടെ ഓഫീസിൽ അറിയത്തില്ലായിരുന്നു. അറിയത്തില്ലായിരുന്നോ? നമ്മുടെ മെമ്പേഴ്സ് ആണ്. ഇത് ദിവ്യ, ന്യൂസ് ടുഡേന്ന് ചാനലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മുടെ ഓഫീസ് ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നതാ. ഇതാണ് നമ്മുടെ ഓഫീസ്. ദിവ്യ, ഇത് നമ്മുടെ പ്രസിഡന്റാ ഇരിക്കുന്ന അൻസർ, അത് ഫൈസൽ ട്രഷറർ, അജ്മൽ, പിന്നെ ഇത് ഷിഹാബ്, റമീസ്, പിന്നെ ജാനാസ്. എപ്പോഴും ഓഫീസിലൊക്കെ തന്നെ കാണും. ഇതൊക്കെ നമ്മുടെ ടീം അംഗങ്ങളാണ്. പിന്നെ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പ് ഉണ്ട്, എമർജൻസി ഗ്രൂപ്പ്. അതിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എല്ലാവരും എത്താറുണ്ട്. അങ്ങനെ ചെയ്യാറ്. ഇതൊക്കെ നമ്മുടെ ഓരോ വർക്ക് കഴിഞ്ഞ് വരുമ്പോഴും അതനുസരിച്ച് ഓരോരുത്തരായിട്ട് നമുക്ക് തന്നേക്കുന്ന ഓരോ പ്രസ്ഥാനമായിട്ടും ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഇത് നമ്മുടെ നന്മക്കൂട്ടത്തിന്റെ ഫസ്റ്റ് വർക്കിന് തന്ന 2018 മാതൃഭൂമിയുടെ പത്രക്കാര് മുണ്ടാറ് വെള്ളത്തിൽ പോയിരുന്നു. അതിന്റെ ബോഡി നമ്മളെ എടുത്തു കൊടുത്തു. അതിനു വേണ്ടി ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ നന്മക്കൂട്ടം വന്ന് ഫസ്റ്റ് കിട്ടിയ അന്ന് നന്മക്കൂട്ടം രജിസ്റ്റർ പോലും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇത് നമ്മുടെ PMC-യിലെ ഇത് PMC-യില് നമ്മൾ വർക്ക് ചെയ്ത ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ഉല്ലാസ് എന്ന് പറഞ്ഞിട്ട്. ആ ഡോക്ടറിന്റെ പിറവത്ത് കാണാതെയായിരുന്നു വെള്ളത്തില്. അതും കണ്ടുപിടിച്ചു കൊടുത്ത നമ്മുടെ പ്രവർത്തകർ. അത് കണ്ടുപിടിച്ചു കൊടുത്തതിന് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സ് കൊണ്ട് തന്നെയാണ് നമുക്ക് ഒരു ആദരവായിട്ട്. ഉണ്ട്. ഇത് നമ്മുടെ MLA തന്നിരിക്കുന്നു. അങ്ങനെ ഒരുപാടുണ്ട് ഇതിനകത്ത്. ഇത്രയും മൊമെന്റ് ഒക്കെ കിട്ടാനായിട്ട് നിങ്ങൾ എത്ര നാളായിരുന്നു തുടങ്ങിയിട്ട്? ഇത് നമ്മളെ 2012-14 കാലഘട്ടത്തിൽ നമ്മൾ നന്മക്കൂട്ടത്തിന്റെ പ്രവർത്തനം ശരിക്കും പറഞ്ഞാൽ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഏതാണ്ട് ഈ ഒരു 18-ലാണ് നമ്മൾ ഈ ഒരു പറഞ്ഞില്ലായിരുന്നു മാതൃഭൂമിയുടെ പത്രക്കാർ. അതിനുശേഷം 2020-ലാണ് നന്മക്കൂട്ടം രജിസ്റ്റർ ചെയ്യുന്നത്. നന്മക്കൂട്ടം രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് അംഗങ്ങൾ കൂടിയത്. അതുവരെ നമുക്ക് ഒരു അംഗബലം കുറവായിരുന്നു. അതിനുശേഷം ഓരോ പ്രവർത്തനങ്ങൾ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഈ ബോട്ട് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഈരാറ്റുപേട്ടയിൽ ഫസ്റ്റ് നമ്മുടെ ഈലക്കയത്ത് ഒരു കുട്ടി വെള്ളത്തിൽ പോയ ടൈമിൽ ഫയർഫോഴ്സിന്റെ ബോട്ട് വരാൻ വേണ്ടി ടൈം എടുത്തു ഒരുപാട്. ആ ഒരു സന്ദർഭത്തിലാണ് നമുക്കൊരു ബോട്ട് വേണം എന്നൊരു ആശയം നമുക്ക് കിട്ടുന്നത്. അത് ആദ്യം തന്നെ നമ്മുടെ പ്രവർത്തകരിൽ നിന്ന് ഒരു ഫണ്ട് കളക്ഷൻ നമ്മൾ ഉണ്ടാക്കി. അതിൽ നിന്ന് പിന്നെ നാട്ടുകാരിൽ നിന്നൂടെ പിരിച്ചിട്ടാണ് 1.25 ലക്ഷം രൂപ അടുത്ത് ഇതായി. അതിന്റെ യമഹ അതേപോലെ നമ്മൾ അതും ഇതുപോലെ തന്നെ നാട്ടുകാരിൽ നിന്നാണ് ഓരോ ആവശ്യത്തിനനുസരിച്ച് വണ്ടി ഉണ്ടാക്കിയെടുത്തു. ഇതെല്ലാം നാട്ടുകാരിൽ നിന്ന് പിരിച്ചുണ്ടാക്കി. തീർച്ചയായിട്ടും പ്രവർത്തകരിലും ആരും നിങ്ങൾക്ക് ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ കാഴ്ചവെച്ചിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? നമുക്ക് നമ്മുടെ നാട്ടുകാരിൽ നിന്ന് തുച്ഛമായ ഫണ്ട്, അപ്പൊ ഞങ്ങളുടെ പ്രവർത്തകരിൽ നിന്നുള്ള ഫണ്ട് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തില്ല. അപ്പൊ ആ ഒരു വടം കണ്ട കിടക്കുന്നത്. ഈ ഒരു വടം എന്ന് വെച്ചാല് നമ്മുടെ കഴിഞ്ഞ വർഷം ന്യൂ ഇയറിന്, അതായത് 2025 ഫസ്റ്റ് വടം ഒന്ന് കാണിച്ചോ. ഒരു 2500 കിലോ കപ്പാസിറ്റി ഇതിൽ താങ്ങും. ഈ ബ്ലൈൻഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന, നമ്മൾ കൊക്കയിലേക്കൊക്കെ ഇറങ്ങാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന റോപ്പാ. അപ്പൊ അന്ന് കാഞ്ഞിരപ്പള്ളി സ്വദേശി ഒരു യുവാവ് നമ്മുടെ കുട്ടിക്കാനത്ത് കൊക്കയിൽ പോയി. അന്ന് ഫയർഫോഴ്സോ ഈ പറയുന്ന ഒരു സംവിധാനം, നമ്മുടെ നിലവിലുള്ള ഗവൺമെന്റ് സംവിധാനങ്ങളൊന്നും ഇറങ്ങാൻ തയ്യാറായില്ല. കാരണം നാട്ടുകാർ പറഞ്ഞ് അത് ഭയങ്കര റിസ്ക് ആണ്, അവിടെ നരി, പാമ്പ് അതുപോലുള്ള സംഭവം, അതുകൊണ്ട് ഇറങ്ങാൻ പാടാണ്. പിന്നെ മഞ്ഞ്, കാലാവസ്ഥ അനുയോജ്യമല്ല. പക്ഷെ നമ്മുടെ നന്മക്കൂട്ടത്തിന്റെ ഒരു 4 പ്രവർത്തകരും കാഞ്ഞിരപ്പള്ളി ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന മീഡിയയുടെ 2 പേരും ഞങ്ങൾ അന്ന് കയറിയത്. ഞങ്ങളുടെ ഒപ്പം കയറിയ ഉദ്യോഗസ്ഥർ പുറകിലേക്ക് ഇറങ്ങേണ്ട വന്നു. കാരണം അത്രയും ചെങ്കുത്തായ ഒരു ചരിവാണ്. ഒക്കെയുടെ ഇതറിയാമല്ലോ. അപ്പൊ അവിടുന്ന് ആ ബോഡി ഞങ്ങൾ കണ്ടെത്തി. ഏകദേശം രാത്രി 2 മണിക്ക് കണ്ടെത്തുന്നു. രാവിലെ 7 മണിക്കാണ് ആ ബോഡി മുകളിലെത്തുന്നത്. ഇപ്പൊ നിങ്ങളെ ഈ കുറെ അംഗങ്ങളുണ്ടല്ലോ, എത്ര പേരുണ്ട് നിങ്ങളുടെ ടീം? നമ്മുടെ നന്മക്കൂട്ടത്തിൽ ഇപ്പൊ 80ഓളം പേരുണ്ട്. 80ഓളം. അപ്പൊ എങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? നന്മക്കൂട്ടത്തിന് 3 ഗ്രൂപ്പുകളുണ്ട്. വാട്സപ്പില് എമർജൻസി ഉണ്ട്, അതുപോലെ സൗഹൃദം ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്. അപ്പൊ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ അറിയിക്കണമെങ്കിൽ എമർജൻസി ഗ്രൂപ്പ് യൂസ് ചെയ്യും. അതിന്റെ അകത്ത് വോയിസ് ഇട്ട് കഴിഞ്ഞാൽ വരാനുള്ളവർ ആ വോയിസിന്റെ അടിയിൽ ലൈക്ക് ചെയ്യാറാണ് പതിവ്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞുള്ള ചർച്ചകൾ വരുന്നത് സൗഹൃദം ഗ്രൂപ്പിലാണ്, മനസ്സിലായി? അപ്പൊ അങ്ങനെയാണ് നമ്മൾ പോകുന്നത്. അപ്പം എങ്ങോട്ടാണ് പോകേണ്ട അതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം എത്തുന്നവർ ഈ സാധനങ്ങളെല്ലാം വണ്ടിയിലേക്ക്. ഇപ്പൊ ഈ വണ്ടിയുടെ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് സാധനങ്ങളാണ്. അപ്പം അതുമായിട്ട് ഇനി വേണ്ട എന്തെങ്കിലും എടുക്കാത്തുണ്ടെങ്കിൽ അതൊക്കെ അവരെടുത്ത് റെഡി ആയിട്ട് ചെയ്യും. ബാക്കി വരുന്നവരും എല്ലാം കൂടെ ആയിട്ട് ആദ്യം ഒരു ടീം നമ്മൾ സാധാരണയായിട്ട്
എങ്ങോട്ടാന്ന് വെച്ചാൽ പുറപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഇതേപോലെ തന്നെ പ്രവർത്തിക്കുന്ന വേറെ 1-2 ടീമുകളും കൂടെ നമ്മുടെ ഈ ഈരാറ്റുപേട്ട ബേസ് ചെയ്ത് തന്നെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പം അതെങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനത്തെയൊക്കെ ബാധിക്കുന്നത്? അതിപ്പോ എന്താ നമ്മൾ പറഞ്ഞത്, അതിനൊക്കെ മുന്നിൽ നിൽക്കാൻ നന്മക്കൂട്ടത്തിന് കഴിഞ്ഞതിലാണ് ഏറ്റവും സന്തോഷം. കാരണം നമ്മൾ പറഞ്ഞാല് നന്മക്കൂട്ടം 2014 കാലഘട്ടത്തിൽ പ്രവർത്തനം തുടങ്ങുന്ന ടൈം തൊട്ട് നമ്മുടെ പ്രവർത്തകർക്ക് കറക്റ്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ കിട്ടുന്നുണ്ട്. ഇന്ന് സ്നേക്ക് റെസ്ക്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേരുണ്ട്. അന്നൊന്നും ആരും ഇല്ലായിരുന്നു. ആ കാലം തൊട്ട് നമുക്ക് നേവിയുടെ കോട്ടയത്ത് നിന്നുള്ളൊരു സാറുണ്ട്, അവർക്ക് ക്ലാസ് എടുക്കുന്നത്. അയാൾ വന്ന് നമുക്ക് ക്ലാസ് എടുക്കുക. അങ്ങനെ വെൽ ട്രെയിനഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് തന്നിട്ട് വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ പ്രവർത്തകർക്ക്. ഇന്നിപ്പോ പോലും നന്മക്കൂട്ടത്തിന്റെ പ്രവർത്തകരെ വിളിച്ചു കഴിഞ്ഞാല് ഒരു കാര്യം ചെയ്യാൻ അവർക്ക് മടിയില്ല. CPR ആണേലും ചോക്കിങ് അല്ലെങ്കിൽ ഒരു ഇഞ്ചുറി പറ്റി മുറിവ് എല്ലാം അതെല്ലാം ചെയ്യാനുള്ള ഫസ്റ്റ് എയ്ഡ് ട്രെയിനഡ് ആയിട്ടുള്ളവരാണ് നമ്മുടെ പ്രവർത്തകർ. പിന്നെ നമ്മളെ കണ്ട് പുതിയ പുതിയ പ്രവർത്തകർ അല്ലെ പുതിയ പുതിയ പ്രസ്ഥാനങ്ങൾ മുന്നിലേക്ക് വരുന്നത് വളരെ സന്തോഷമേ ഉള്ളൂ. അതെ, ഇപ്പം എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായി നിങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങരുത്. എപ്പോഴും ഒരു നാട്ടില് ഒരു പ്രശ്നം നടന്നാല് ഈ നാട്ടിൽ ഇത്രമാത്രം നന്മ നിറഞ്ഞ ചെറുപ്പക്കാര് ഉണ്ടെന്ന് കാണിക്കുന്നത് തന്നെയാണ് പല പ്രസ്ഥാനങ്ങളും വരുന്നത്. അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുള്ളൂ, ഒരിക്കലും നമ്മൾ തടയിടാൻ നോക്കില്ല. ഈ ദൂരെ നിന്നൊക്കെയുള്ള എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഇങ്ങനെ വിളിക്കാറുണ്ടല്ലോ. അപ്പൊ ഞാൻ ഓർക്കുന്നുണ്ട് എന്റെ മുണ്ടക്കൈ ചൂരൽമല ദുരന്ത സമയത്തൊക്കെ നമ്മുടെ ഇവിടുന്ന് പ്രവർത്തകർ പോയതും അതൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ദൂരത്തേക്കൊക്കെ ഇപ്പൊ നിങ്ങളൊരു ടീം അങ്ങോട്ട് പോകുന്നു, ഈ ഇത്രയും ദൂരത്തേക്കൊക്കെ പോയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഒരു ആവശ്യം വന്നാൽ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സജ്ജീകരണങ്ങളുണ്ടോ നിങ്ങൾ അങ്ങനെ പോകുമ്പോ? ഉണ്ട്. എപ്പോഴും നമ്മൾ പോകുമ്പോൾ 1, 2, 3 ബാച്ചാണ് ഫസ്റ്റ് വിടുന്നത്. അപ്പോഴും നമ്മുടെ ഇവിടെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും പറഞ്ഞാൽ നമുക്കൊരു 20 പേര് ഇവിടെ കാണും. കാരണം ഇവിടെ നിന്ന് ഇനിയും എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം നമ്മൾ മുണ്ടക്കയുടെ പ്രശ്നം പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഈരാറ്റുപേട്ട എന്ന് പോകുന്ന ടീം നന്മക്കൂട്ടമാണ്. മനസ്സിലായോ? ആദ്യത്തെ വണ്ടി പോകുന്നു, അതിനുശേഷം രണ്ടാമത് അടുത്ത നമ്മുടെ വേണ്ട എക്യുപ്മെന്റ്സ് സാധനങ്ങളെല്ലാമായിട്ട് രണ്ടാമത്തെ ടീം ചെല്ലുന്നു. മൂന്നാമത് ഭക്ഷണ സാധനമായിട്ട് ഇവിടെ ഭക്ഷണ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ട് ഒരു ടീമാണ് അങ്ങനെ വന്നത്. അപ്പം അങ്ങനെ പ്രവർത്തിക്കാൻ ഒരു വലിയ വിങ്ങായിട്ട് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് കോർഡിനേഷൻ ഇല്ലാതെ ഒരിക്കലും നമ്മൾ പോകാറില്ല. മനസ്സിലായോ? അപ്പൊ എപ്പോഴും നമ്മുടെ നാടിന്റെ ആവശ്യം വന്നാല് അതെപ്പോഴും നമ്മളിവിടെ പിടിച്ചു നിർത്താറുണ്ട്. ഇപ്പം വണ്ടി ഇറങ്ങിപ്പോയില്ലേ, അപ്പൊ ഇതിന്റെ ഈ എക്സ്പെൻസ് എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? ഈ ഡീസൽ കാശും കാര്യങ്ങളും ഒക്കെ കൂടുതലും നമ്മുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. നമ്മളിപ്പോ പോകുന്ന പ്രവർത്തകരെ കണ്ടില്ല, അപ്പൊ അതിന് ഡീസൽ അടിക്കേണ്ട വന്നു കഴിഞ്ഞാൽ ഈ കൂടെ നിൽക്കുന്നവർ ഷെയർ ഇട്ട് ഡീസൽ അടിക്കുക, അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ബോട്ടൊക്കെ ആയിട്ട് നമ്മൾ ഇപ്പൊ റെസ്ക്യൂവിന് പോകുന്ന ടൈമിൽ ചില സ്ഥലങ്ങളിൽ നാട്ടുകാരെ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർ നമുക്ക് ഈ ബോട്ടിന് ആവശ്യമായിട്ട് പെട്രോളൊക്കെ മേടിച്ചു തരാറുണ്ട്. അല്ലാതെ ഇതിന്റെ പേരിൽ നമ്മൾ ഇന്നേവരെ ആരുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടില്ല. നിങ്ങളുടെ ഫുൾ എക്സ്പെൻസ് നമ്മൾ തന്നെയാണ്. ബാക്കി കാര്യങ്ങൾ. പക്ഷെ ഞാനേ ഇടയ്ക്ക് ഒരു ചെറിയൊരു റൂമർ കേട്ടായിരുന്നു, ഈ ബോഡിയൊക്കെ ഇങ്ങനെ തപ്പിയെടുത്ത് കഴിഞ്ഞിട്ട് അത് ചെയ്തു കൊടുത്തതിന് നിങ്ങൾ ഒരു പ്രതിഫലം ചോദിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇടയ്ക്ക് കേട്ട ഒരു സോഷ്യൽ മീഡിയ കേട്ട ഒരു റൂമർ. അതെങ്ങനെയാ, അതിനെ കുറിച്ച് എന്താ പറയുന്നത്? നിലവില് നന്മക്കൂട്ടത്തിന്റെ ഒരു പ്രവർത്തനങ്ങൾക്കും, അതായത് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു റെസ്ക്യൂ മേഖല ഒരു പ്രവർത്തനങ്ങൾക്കും നമ്മൾ നന്മക്കൂട്ടത്തിന്റെ ഒഫീഷ്യൽ കമ്മിറ്റി അറിഞ്ഞുകൊണ്ട് ഒരു ഫണ്ട് പോലും നമ്മൾ മേടിച്ചിട്ടില്ല. അത് എവിടെ വേണേ നമ്മൾ തെളിയിക്കാം. ഇനി ആർക്ക് സംശയം ഉണ്ടെങ്കിലും വരാം നമ്മുടെ മുമ്പിൽ. നമ്മൾ ഔദ്യോഗികമായിട്ട് ഇന്നേ വരെ ആരിൽ നിന്നും ഫണ്ട് കളക്ട് ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ചെല്ലുമ്പോൾ ബോട്ടിന് പെട്രോൾ ആയിട്ടും ഒക്കെ ചിലർ കൊണ്ട് തരാറുണ്ട്. അത് നമ്മൾ മേടിക്കും, ചോദിക്കാറില്ല ആരോടും. അങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ പോവാറ്. ചോദിച്ചു മേടിച്ചാൽ പിന്നെ അതൊരു ആകുന്നില്ല. തീർച്ചയായിട്ടും അത് പിന്നെ എന്താ ഒരു പ്രൈവറ്റ് ടീം വർക്ക് എന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ റെസ്ക്യൂ ഫയർഫോഴ്സ് ഒക്കെ പോലെ ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ പ്രവർത്തനം. നമുക്ക് സാലറി പോലും ഇല്ല. മനസ്സിലായല്ലോ? നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഫണ്ട് എടുത്തുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ആൾക്കാരെന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ടിട്ട് നമ്മുടെ സമൂഹത്തിന്റെ ഇടയിൽ രാഷ്ട്രീയമില്ല, മതമില്ല, നമ്മൾ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യൻ ഒന്നാണെന്നുള്ള ഒരൊറ്റ രീതിയിൽ പ്രവർത്തിച്ചു പോകും. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. പിന്നെ പ്രവർത്തനത്തെ കുറിച്ച് എടുത്തു പറയാനുണ്ടെങ്കിൽ ഈ ഷിഹാബിന്റെ ഒരു കേസ് പറഞ്ഞുതരാം. ഷിഹാബിന്റെ കസിൻ ഇവിടെ നമ്മുടെ ആറ്റിൽ വെള്ളത്തിൽ പോയി പയ്യനായിരുന്നു, കുഞ്ഞു പയ്യൻ. ആ സമയത്ത് നന്മക്കൂട്ടം പോലെ നമ്മളാണ് ഓടിയെത്തിയത്. അപ്പം അത് കണ്ടിട്ടാണ് ഷിഹാബ് നന്മക്കൂട്ടത്തിലേക്ക് വരുന്നത്. മനസ്സിലായി, ഇനി ഒരു കുട്ടിക്ക് ഇങ്ങനൊരു അപകടം ഉണ്ടാകാനോ അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാനോ അവസ്ഥ വരരുതെന്നുള്ള രീതിയിൽ വന്ന ആളാണ് ഷിഹാബ്. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഓരോ സാഹചര്യത്തിലും കണ്ടും കേട്ടും വന്നവരാണ് നന്മക്കൂട്ടത്തിലുള്ള ഓരോ പ്രവർത്തകരും. അപ്പോ ഇങ്ങനെയാണ് ഈരാറ്റുപേട്ടയിലെ ടീം നന്മക്കൂട്ടം എന്നൊരു റെസ്ക്യൂ സംഘടന രൂപീകൃതമായത്. ഇതുപോലെ ഓരോ ആൾക്കാരുടെയും അനുഭവങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇനി അങ്ങനെ മറ്റൊരാൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാർ വേണം എന്നുള്ളത് കൊണ്ട് അങ്ങനെ രൂപീകൃതമായിട്ടുള്ള ഈരാറ്റുപേട്ടയിലെ ആദ്യത്തെ റെസ്ക്യൂ ടീം നന്മക്കൂട്ടം.
അപ്പൊ നമ്മൾ അവരുടെ വിശേഷങ്ങളും അവരുടെ പ്രവർത്തന രീതികളെ കുറിച്ചും എല്ലാം കണ്ടറിഞ്ഞു. ഇനി അടുത്തൊരു എപ്പിസോഡിൽ മറ്റൊരു ടീമുമായി വീണ്ടും കാണാം.